മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന നാളെയും തുടരും. ഇന്ന് പരിശോധന ഉണ്ടായിരുന്നില്ല. 3 സ്പോട്ടുകളിലെ പരിശോധനയാണ് അവശേഷിക്കുന്നത്. 6-ാം നമ്പർ സ്പോട്ടിൽ നിന്ന് മാത്രമാണ് ഇതുവരെ അസ്ഥികൾ ലഭിച്ചത്. 5 ദിവസമെടുത്ത് പൂർത്തിയാക്കാനായത് 10 സ്പോട്ടുകളിലെ പരിശോധന. ഇതിൽ 6-ാം സ്പോട്ടിൽ നിന്ന് മാത്രമാണ് അസ്ഥികൾ കണ്ടെത്താനായത്. 15-ലധികം അസ്ഥികളുടെ ഫോറൻസിക് പരിശോധന നടക്കുന്നു. വനത്തോട് ചേർന്നുള്ള ശേഷിക്കുന്ന 3 സ്പോട്ടുകളും നാളെ പരിശോധിക്കാനാണ് നീക്കം. എന്നാൽ ഏതെങ്കിലും സ്പോട്ടിൽ നിന്ന് അസ്ഥി ലഭിച്ചാൽ മറ്റ് സ്പോട്ടുകളിലേക്ക് പരിശോധന കടക്കില്ല. പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം ഫോറൻസിക് പരിശോധനാ ഫലം കൂടി വന്നാൽ മാത്രമേ അടുത്ത ഘട്ടത്തിലെ സ്പോട്ട് മാർക്കിങ്ങിലേക്ക് കടക്കുകയുള്ളൂ. നേരത്തെ വെള്ളപ്പൊക്കം ബാധിച്ച പ്രദേശമാണിതെല്ലാം. ഇടവിട്ട് പെയ്യുന്ന കനത്ത മഴ പരിശോധനയെ ബാധിക്കുന്നുണ്ട്. അതിനിടെ സാക്ഷിയെ SIT സംഘാംഗം ഭീഷണിപ്പെടുത്തിയെന്ന പരാതി കല്ലുകടിയായി. അന്വേഷണ സംഘം ഇതും ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. മുഹമ്മദ് റഹീസ്, 24, ധർമ്മസ്ഥല.